ചേട്ടൻ സ്റ്റേജിൽ തകർത്തില്ല അച്ഛാ. എടി ഇവനുണ്ടല്ലോ ഭാവിയിലെ യേശുദാസ. ഇപ്പോഴെങ്കിലും ഇവനെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. എന്റെ മുത്തച്ഛന്റെ മുഴുവൻ സംഗീതം ഇവനാ കിട്ടിയിരിക്കുന്നേ. എന്റെ അച്ഛനും പാട്ട് പാടുമായിരുന്നു. മോനെ ഒന്ന് അടിച്ചേ. എടി ഏതായാലും മൊത്തത്തിൽ നമ്മുടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. കുടുംബം മുടിക്കാൻ ജനിച്ചാനെ നീ ഇത് സന്തോഷത്തോടെയാണോ സ്വീകരിച്ചത്? ഒന്നാം സമ്മാനമായിട്ട് തരുമ്പോ പിന്നെ ഇത് കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റും അമ്മേ? പാട്ടുപാടി സ്റ്റേജ് പൊളിച്ചുകൊണ്ടുവന്ന സമ്മാനം കണ്ടില്ലേ? അവന്റെ അമ്മായിപ്പന്റെ കടമ കൂടി നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടാ. അപ്പൊ വെറുതെ അല്ല വരുന്ന വഴിക്ക് ബൈക്ക് ചീത്തയായത്. എന്നാ പിടിച്ചേ. ഈ എണ്ണം കെട്ട സാധനം കൊണ്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. വരുന്നൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചാ മതി. ഈ പണ്ടാരമാണ് സമ്മാനം ഞാൻ അറിഞ്ഞോ? ഇത് ആ ചാപിള്ള നമുക്കിട്ട് മറുപാര പണിഞ്ഞതാ. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. നിനക്ക് ചെലവിനുള്ള കാശ് മാസാമാസം ഞാൻ പെരുവഴിയിലേക്ക് അയച്ചു തന്നേക്കാം. പോടാ. അമ്മേ അനിയ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? പോ. അയ്യോ, നിന്റെ അപ്പൂപ്പന്റെ ഒരു സംഗീത പാരമ്പര്യം